നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ട്രെയിനിൽ നിന്ന് 1.5 വയസ്സുകാരിയെ തട്ടിയെടുത്ത തമിഴ്നാട് സ്വദേശിയായ യുവാവിനെ പോലീസ് പിടികൂടി. പിടിയിലായത് ഡിണ്ടിഗൽ സ്വദേശി 32 വയസ്സുള്ള വെട്രിവേൽ. പ്രതി പിടിയിലായത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അധ്യാപക മേഖലയെ പോലും ദിവസവേതനക്കാരാക്കുന്ന തൊഴിൽ സംസ്കാരമാണ് സർക്കാരിൻ്റെതെന്ന് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ. തൊഴിൽപരമായും സാമ്പത്തികപരമായും മുൻപ് എങ്ങുമില്ലാത്ത ഗുരുതരമായ പരിതസ്ഥിതിയാണെന്നും സംഘടന. ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായ സർക്കാർ നടപടി ബാധിക്കുന്നത് എയ്ഡഡ് മേഖലയാണെന്നും ആരോപണം. എക്സാലോജിക് കേസ് മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഏതെങ്കിലും കമ്പനികൾ തമ്മിലുള്ള കേസ് സർക്കാരിനെ ബാധിക്കില്ലെന്നും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒറ്റപ്പെടുത്താൻ പാർട്ടി സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം. വാർത്തകൾ വിശദമായി. ട്രെയിനിൽ നിന്നും 1.5 വയസ്സുകാരിയെ തട്ടിയെടുത്ത യുവാവിനെ പോലീസ് പിടികൂടി. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി 32 വയസ്സുള്ള വെട്രിവേലിനെയാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് പിടികൂടിയത്. ദമ്പതികൾ അറിയാതെ ട്രെയിനിൽ നിന്നും കുഞ്ഞിനെ തട്ടിയെടുത്തെന്നാണ് യുവാവിന്റെ മൊഴി. കുഞ്ഞിനെ കാണാതായതിന് പിന്നാലെ ദമ്പതികൾ തൃശൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒഡീഷ ദമ്പതികൾ 10 വർഷമായി ആലുവയിലാണ് ജോലി ചെയ്യുന്നത്. ഒഡീഷയിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടെയാണ് കുട്ടിയെ തട്ടിയെടുത്തത്. കുഞ്ഞിനെ കിട്ടിയ വിവരമറിഞ്ഞ് ദമ്പതികൾ പാലക്കാട് സ്റ്റേഷനിലെത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അധ്യാപക മേഖലയെ പോലും ദിവസവേതനക്കാരാക്കുന്ന തൊഴിൽ സംസ്കാരമാണ് സർക്കാർ പുലർത്തുന്നതെന്ന് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. തൊഴിൽപരമായും സാമ്പത്തികപരമായും മുൻപെങ്ങുമില്ലാത്ത വിധം ഗുരുതരമായ പരിതസ്ഥിതിയിലാണ് അധ്യാപകർ കടന്നു പോകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായ സർക്കാർ നടപടിയിലൂടെ കൂടുതൽ ബാധിക്കുന്നത് എയ്ഡഡ് മേഖലയെയാണെന്നും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രഥമ അധ്യാപകർക്ക് പ്രത്യേകമായ ഒരു ശമ്പള സ്കെയിലോ ആർജിതാവധി ആനുകൂല്യമോ സഹാധ്യാപകർക്ക് ഇൻക്രിമെന്റോ ലഭിക്കുന്നില്ല. നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് പ്രധാനാധ്യാപകർ കടന്നുപോകുന്നത്. ചില ഉദ്യോഗസ്ഥരുടെ കുൽസിത നടപടി മൂലം അധ്യാപകരുടെ ആവശ്യങ്ങൾ തിരിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ടെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. എയ്ഡഡ് മേഖലയിലെ പ്രധാനാധ്യാപകരുടെ ഏകസംഘടനയായ KPPHAയുടെ 55ാം സംസ്ഥാന സമ്മേളനം 7, 8, 9 തീയതികളിൽ പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, MP രാജേഷ്, പാലക്കാട് MP VK ശ്രീകണ്ഠൻ, MLA മാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ, KD പ്രസേനൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഏപ്രിൽ 7-ന് പ്രതിനിധി സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും, ഏപ്രിൽ 8-ന് ഉദ്ഘാടന സമ്മേളനം, വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം, വനിതാ സമ്മേളനം എന്നിങ്ങനെയാണ് ഏപ്രിൽ 8-ല്. ഏപ്രിൽ 9-നാണ് നമ്മുടെ തിരഞ്ഞെടുപ്പും 2025-26 വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എയ്ഡഡ് മേഖലയിലെ പ്രൈമറി തലത്തിലുള്ള പ്രധാന അധ്യാപകർക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. പ്രധാന അധ്യാപകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റൊരു ഫോറം ഇല്ലാത്തതുകൊണ്ട് KPPH എന്ന രീതിയിൽ 1966 തൃശ്ശൂര് റാഫേൽ മാസ്റ്ററുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടൊരു സംഘടനയാണ്. സർവീസ് സംബന്ധമായ കാര്യങ്ങളിലും മറ്റ് അക്കാദമിക കാര്യങ്ങളിലും ഒക്കെ നമ്മളുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് നമ്മൾ പ്രധാന അധ്യാപകരെ ശാക്തീകരിച്ച് മുന്നോട്ട് പോകും. വാർത്താ സമ്മേളനത്തിൽ KG അനിൽകുമാർ, KG പവിത്രൻ, C നന്ദിനി, വിജി മാത്യു, റജിമോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എക്സാലോജിക് കേസ് മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPI. ഏതെങ്കിലും കമ്പനികൾ തമ്മിലുള്ള കേസ് സർക്കാരിനെ ബാധിക്കില്ലെന്നും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒറ്റപ്പെടുത്താൻ പാർട്ടി സമ്മതിക്കില്ല എന്നും ബിനോയ് വിശ്വം തൃശൂരിൽ പറഞ്ഞു. ചോദിക്കുന്നു, എന്താ നിലപാടെന്ന് ചോദിക്കുന്നു. ഒന്ന് പറയട്ടെ, കേരളത്തിൻ്റെ LDF നയിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായിട്ട് പറയും ആ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയും. അത് ശരിയായ രാഷ്ട്രീയമാണെന്ന് CPIക്ക് അറിയാം. ഏതെങ്കിലും കമ്പനികൾ അവർ തമ്മിലുള്ള രാഷ്ട്രീയമായ സാമ്പത്തികമായ കൊടുക്കലുകളും വാങ്ങലുകളും ആ CPI വിഷയമല്ല, ട്രാൻസാക്ഷൻസാണ്. ആ ട്രാൻസാക്ഷൻസിൻ്റെ തെറ്റും ശരിയും തീരുമാനിക്കട്ടെ. പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് LDF ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ദുർബലമാക്കാമെന്ന് വ്യാപകമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവർക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൃശൂർ വടക്കാഞ്ചേരി കുറാഞ്ചേരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് പനമരം കടപുഴകി വീണ് 3 പേർക്ക് പരിക്കേറ്റു. പഴയന്നൂർ സ്വദേശികളായ ഡ്രൈവർ സന്തോഷ്, അനുജൻ സനീഷ്, അമ്മ തങ്കം എന്നിവർക്കാണ് പരിക്കേറ്റത്. മരം വീണതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഓട്ടോ റോഡിൽ മറിയുകയായിരുന്നു. രാവിലെ 8 മണിയോടെയാണ് അപകടം നടന്നത്. പഴയന്നൂരിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. പാതയോരത്തെ കുന്നിൻ ചെരുവിൽ നിന്നിരുന്ന പനമരമാണ് കാറ്റിൽ കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണത്. അപകടത്തിൽ തങ്കത്തിന്റെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം പാലപ്പുറത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. ബൈക്ക് ഓടിച്ചിരുന്ന പാലപ്പുറം കൈപ്പറ്റ വീട്ടിൽ പ്രകാശനാണ് മരിച്ചത്. പാലപ്പുറം NSS കോളേജിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ പ്രകാശനെ ആദ്യം കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പാലപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്കിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളം കോതയൂരിൽ അജ്ഞാത വാഹനമിടിച്ച് പത്തംകുളം സ്വദേശിയായ ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ വാഹനത്തെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. പത്തംകുളം കരിയാട്ടിൽ രഞ്ജിത്താണ് മരിച്ചത്. മാർച്ച് 22-ന് പുലർച്ചെയായിരുന്നു അപകടം നടന്നത്. CCTV-കൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് അപകടത്തിന് കാരണമായ ലോറിയുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. വാണിയംകുളം റോഡിൽ നിന്നും കോതകുറിശി റോഡിലേക്ക് തിരിയുന്ന ദൃശ്യങ്ങളും ചെറുതുരുത്തി ഭാഗത്തു നിന്നും വരുന്ന ദൃശ്യങ്ങളുമാണ് നിരീക്ഷണ ക്യാമറകളിൽ നിന്നും ലഭിച്ചത്. ലോറിയുടെ നമ്പർ വ്യക്തമല്ലാത്തത് പോലീസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതേസമയം ലോറിയുടെ 2 ഭാഗങ്ങളിലും നീല ലൈറ്റുകൾ ഉള്ളത് വാഹനം തിരിച്ചറിയാൻ സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. വാഹനം തിരിച്ചറിയുന്നവർ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു. മാർച്ച് 22-ന് പുലർച്ചെ 1:30-നും 2-നും ഇടയിൽ കോതയൂർ കോളംകുന്ന് കയറ്റത്തിൽ വച്ചാണ് അപകടമുണ്ടായത്. ആദ്യഘട്ടത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്നായിരുന്നു നിഗമനം. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ബൈക്കിൽ മറ്റൊരു വാഹനത്തിന്റെ പെയിന്റ് കണ്ടെത്തിയത് നിർണായകമായി. വെൽഡിംഗ് തൊഴിലാളിയായ രഞ്ജിത്ത് വാണിയംകുളം ഭാഗത്തുനിന്ന് വീട്ടിലേക്ക് വരും വഴിയാണ് അപകടം നടന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെൻഷൻകാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാവണമെന്ന് KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ്. PF RDF ബില്ല് രാജ്യത്ത് നിയമമായതോടെ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം ഇല്ലാതാവുകയും പങ്കാളിത്ത പെൻഷൻ നിലവിൽ വരികയും ചെയ്തു. ഇതിനെതിരെ സംഘടന പ്രക്ഷോഭം നടത്തുമെന്നും മോഹൻദാസ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വരുന്ന 7-8 തീയതികളിലാണ് പാലക്കാട് യൂണിയൻ ജില്ലാ സമ്മേളനം നടക്കുന്നത്. മേൽപ്പറഞ്ഞ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സംഘടനയുടെ 33-ാം ജില്ലാ സമ്മേളനമാണ് യാക്കര സുമംഗലി മണ്ഡപത്തിൽ വച്ച് 2 ദിവസങ്ങളിലായി നടക്കുക. 8-ന് രാവിലെ നടക്കുന്ന ജില്ലാ സമ്മേളനം വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് മോയൻ LP സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന പെൻഷൻകാരുടെ പ്രകടനം കോട്ടമൈതാനത്ത് സമാപിക്കും. തുടർന്ന് നടത്തുന്ന സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 7-8 തീയതികളിൽ പാലക്കാട് യാക്കരയിലുള്ള സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുകയാണ്. KSSP എന്ന് പറയുന്നത് സംഘടന 1992-ൽ രൂപം കൊണ്ടതാണ്. ആ കാലത്തുണ്ടായിരുന്ന പെൻഷൻകാരുടെ സംഘടനകളെല്ലാം കൂടി യോജിച്ച് ഒരൊറ്റ സംഘടനയായി രൂപം കൊണ്ടതാണ് KSSPU എന്ന് പറയുന്ന സംഘടന. കക്ഷി രാഷ്ട്രീയ ജാതി മത വകുപ്പ് കാറ്റഗറി വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാ പെൻഷൻകാരും ഉൾക്കൊള്ളുന്ന സംഘടനയാണ് KSSPU. കേരളത്തിലാകെ 3.25 ലക്ഷത്തോളം അംഗങ്ങളാണ് ഈ സംഘടനയിൽ ഉള്ളത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ആകെ 27,629 പെൻഷൻകാരുള്ളതിൽ KSSPUവിൽ 24,098 പേര് അംഗങ്ങളാണ്. ഈ സംഘടന രൂപം കൊണ്ട കാലം മുതൽ പെൻഷൻകാരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. വാർത്താസമ്മേളനത്തിൽ V ദണ്ഡപാണി, CS സുകുമാരൻ, KK സതീശൻ, K രാധാദേവി, M രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അവകാശ നിഷേധത്തിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. അസോസിയേഷൻ സ്റ്റേറ്റ് കൗൺസിലർ VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക, ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക, പെൻഷൻ പരീക്ഷണത്തിന്റെ ഭാഗമായി തടഞ്ഞുവച്ച ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ നിഷേധത്തിനെതിരെ മേലെ പട്ടാമ്പിയിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അല്ല, മറിച്ച് തികച്ചും അർഹമായ നിഷേധിക്കപ്പെട്ട
ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള 21% DA അത് വെള്ളത്തിൽ വരച്ചത് മാതിരി തന്നെ ഒരിക്കലും നമുക്ക് ഇനി അത് കിട്ടാൻ പോകുന്നതല്ല. വളരെ ദുഃഖകരമായ ഒരു സത്യം, ഓരോ പെൻഷൻകാർക്കും പ്രതിമാസം 5000 മുതൽ 10000 വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സംഖ്യ ഒരു പ്രതിമാസമാണ് ഞാൻ പറയുന്നത്, കൊല്ലങ്ങളായി നഷ്ടപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ലക്ഷക്കണക്കിന് രൂപ പെൻഷൻകാരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. അസോസിയേഷൻ മണ്ഡലം പ്രസിഡന്റ് പി രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. AP രാമദാസ് സത്യപ്രതിജ്ഞ ചൊല്ലി. നാരായണൻ, ജിതേഷ് മൊഴിക്കുന്നം, ഉമ്മർ കീഴായൂർ, P രൂപേഷ്, K ബഷീർ, ഉണ്ണികൃഷ്ണൻ, മാളുകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജൽജീവൻ മിഷന്റെ ജലവിതരണ പൈപ്പിനായി പ്രധാന പാത വെട്ടിപ്പൊളിച്ച് അധികൃതർ സ്ഥലം വിട്ടു. മഴ പെയ്തതോടെ റോഡും വശങ്ങളും കുളമായി. കോട്ടായി ഓടന്നൂർ ജംഗ്ഷനിൽ മേജർ റോഡിന്റെ വശങ്ങളാണ് കുത്തിയൊലിച്ച് ഗർത്തങ്ങളായത്. പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും. ജൽജീവൻ മിഷന്റെ ജലവിതരണ പൈപ്പിടാൻ എന്ന പേരിൽ പ്രധാന പാത വെട്ടിപ്പൊളിച്ച് അധികൃതർ സ്ഥലം വിട്ടു. മഴ പെയ്തതോടെ റോഡും വശങ്ങളും കുളമായത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമായി. ഓടന്നൂർ ജംഗ്ഷനിൽ മേജർ റോഡിന്റെ വശമാണ് കുത്തിയൊലിച്ച് ഗർത്തമായത്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട്. റോഡിന്റെ വശം വെട്ടിപ്പൊളിക്കുമ്പോൾ ഉടൻ ശരിയാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും 1 വർഷത്തോളമായിട്ടും അതേപടി ഉപേക്ഷിച്ച നിലയിലാണ്. ഏറെ ഗതാഗത തിരക്കുള്ള റോഡിൽ വെട്ടിമുറിച്ച ഭാഗത്ത് വെള്ളക്കെട്ടും ഉണ്ടായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തേക്കും പരിസരത്തെ കടകളിലേക്കും ചെളിവെള്ളം തെറിക്കുന്നത് ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തിമർത്തു പെയ്ത വേനൽ മഴ കനത്ത ചൂടിന് ആശ്വാസം പകർന്നെങ്കിലും ഉള്ളിൽ നെരിപ്പോടുമായി കർഷകർ. കൊയ്ത്തിനു പാകമായ നെല്ല് വെള്ളത്തിൽ വീണ് വയലിൽ വെള്ളം നിറഞ്ഞതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കാനും നിർവാഹമില്ല. കോട്ടായിൽ നിന്നും ഒരു റിപ്പോർട്ടിലേക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്ന വേനൽമഴ കനത്ത ചൂടിന് ആശ്വാസം പകർന്നെങ്കിലും ഉള്ളിൽ ആശങ്കയുമായാണ് പെരിങ്ങോട്ടൂർശി മേഖലയിലെ കർഷകർ. കൊയ്ത്തിനു പാകമായ നെല്ല് വെള്ളത്തിൽ വീണു. വയലിൽ വെള്ളം നിറഞ്ഞതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കാനും നിർവാഹമില്ല. എല്ലാം മറികടന്ന് കൊയ്താൽ തന്നെ വയലിൽ വെള്ളമായതിനാൽ നെല്ല് കൊട്ടാൻ വയലിൽ നിന്നും കയറണം. ഇത് ധാരാളം സമയമെടുക്കും. ഇതനുസരിച്ച് കൊയ്ത്ത് യന്ത്രത്തിന്റെ വാടക കണക്കാക്കിയാൽ വൻ തുക വേണ്ടിവരും. കൊയ്തു കിട്ടിയ നെല്ലിന്റെ വിലയേക്കാൾ വാടക കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ. സാധാരണ 1ാം വിള മഴയിൽ കുളിക്കാറുണ്ടെങ്കിലും 2ാം വിള കൊയ്ത്ത് പ്രയാസമില്ലാത്ത അന്തരീക്ഷത്തിലായിരിക്കും. എന്നാൽ ഇത്തവണ 1ഉം 2ഉം വിളകൾ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ച സ്ഥിതിയിലാണ്. കൃഷി നശിച്ച കർഷകർക്ക് അടിയന്തരമായി ധനസഹായം നൽകണമെന്ന് വിവിധ പാടശേഖര സമിതിക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ട്രെയിനിൽ നിന്ന് 1.5 വയസ്സുകാരിയെ തട്ടിയെടുത്ത തമിഴ്നാട് സ്വദേശിയായ യുവാവിനെ പോലീസ് പിടികൂടി. പിടിയിലായത് ഡിണ്ടിഗൽ സ്വദേശി 32 വയസ്സുള്ള വെട്രിവേൽ. പ്രതി പിടിയിലായത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അധ്യാപക മേഖലയെ പോലും ദിവസവേതനക്കാരാക്കുന്ന തൊഴിൽ സംസ്കാരമാണ് സർക്കാരിൻ്റെതെന്ന് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ. തൊഴിൽപരമായും സാമ്പത്തികപരമായും മുൻപ് എങ്ങുമില്ലാത്ത ഗുരുതരമായ പരിതസ്ഥിതിയാണെന്നും സംഘടന. ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായ സർക്കാർ നടപടി ബാധിക്കുന്നത് എയ്ഡഡ് മേഖലയാണെന്നും ആരോപണം. എക്സാലോജിക് കേസ് മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഏതെങ്കിലും കമ്പനികൾ തമ്മിലുള്ള കേസ് സർക്കാരിനെ ബാധിക്കില്ലെന്നും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒറ്റപ്പെടുത്താൻ പാർട്ടി സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.